ഈ വേനൽക്കാലം നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. കാരണം പ്രാർത്ഥനയുടെയും നന്മയുടെയും ത്യാഗത്തിന്റെയും നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. റംദാൻ മാസം. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം ഏറ്റവും ഉയർന്ന നിലയിൽ നല്ല രീതിയിലായിരിക്കണം എന്നതാണ്. ഇതിനായി ഇഫ്താർ മുതൽ സുഹൂർ വരെ ഒരു ദിവസം മുഴുവൻ ഏറ്റവും ഹൈഡ്രേറ്റഡ് ആയി നിൽക്കുന്ന രീതിയിലുള്ള ജീവിത ശൈലികളായിരിക്കണം നമ്മൾ പാലിക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നാരങ്ങ വെള്ളവും കാരക്കയും അതുപോലെ തരിക്കഞ്ഞിയും എല്ലാം കൊണ്ടാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. പിന്നീട് അങ്ങോട്ടും ഇഫ്താർ മുതൽ സുഹൂർ വരെ നമ്മുടെ ആഹാരത്തിൽ വാട്ടർ കണ്ടന്റ് ഉള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഹോൾ വീറ്റ് ഗ്രെയിൻസും അതേപോലെ ലീൻ മീറ്റും എല്ലാം ഉൾപ്പെടുത്തി കാർബോഹൈഡ്രേറ്റും വൈറ്റമിൻസും പൾസസും എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ആഹാരം ചിട്ടപ്പെടുത്തുക. പിന്നെ ദിവസത്തിൽ നമ്മുടെ പ്രാർത്ഥനയും അതോടൊപ്പം നല്ല ചിന്തകളും എല്ലാം കൂടി ഇരിക്കുമ്പോൾ തീർച്ചയായും ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള ഊർജം, നന്മയും എല്ലാം നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൈവരിക്കാൻ കഴിയും.